വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് യഹോവ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകല ജാതികൾക്ക് മീതെ ഉന്നതനാക്കും. എന്താ ദൈവം പറഞ്ഞത്? ദൈവത്തിന്റെ വചനം പ്രമാണിച്ചു നടന്നാൽ സകല ജാതികൾക്കും മീതെ, സകലത്തിനും മീതെ, സർവത്തിനും മീതെ നിന്നെ ഉന്നതനാക്കുമെന്ന്. ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന. എൻ്റെ ദൈവം വാക്ക് മാറുകയില്ല. നീ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം പറയുന്നതനുസരിച്ച് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിന്നെയും നിന്റെ കൂട്ടാളിയെയും കുഞ്ഞുങ്ങളെയും ഉയർത്തി മാനിക്കും. ഏതെല്ലാം നിലവാരത്തിൽ പിശാച് നിനക്കും നിന്റെ സന്തതിക്കും വരെ വാടകോരിയാലും നിന്നെ തകർക്കും, നിന്നെ നശിപ്പിക്കും, നിന്നെ ദേശത്തുനിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ് നിനക്കെതിരെ മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും വിളിച്ചു നേർച്ചകളും നടത്തി ഒതുക്കാൻ ശ്രമിച്ചാലും എൻ്റെ സർവശക്തനായ ദൈവം നിന്നെ അതിന് വിട്ടുകൊടുക്കത്തില്ല. നീ തകർന്നു പോകയില്ല. നിനക്കെതിരെ വാടകോരുന്ന ശത്രു തകർന്നു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ശാപം പേറിയ ജന്മമെന്ന് പറഞ്ഞ് പലപ്പോഴും നീ ലോകത്തിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്നത്, മോനെ, കാൽവറി ക്രൂശിൽ നിന്റെ പാപത്തെയും ശാപത്തെയും ഞാൻ നീക്കി. അതുകൊണ്ട് നീ ലോകത്തിലേക്ക് നോക്കാതെ, മനുഷ്യൻ പറയുന്നത് നോക്കാതെ കേൾക്കാതെ, നീ എൻ്റെ വചനമെന്ന് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ സങ്കീർത്തനം 91:10-11 പറയുന്നത് പോലെ ഒരനർത്ഥവും വന്ന് നീയും നിന്റെ സന്തതിയും നിന്റെ കൂട്ടാളിയും ദേശത്തിന് പരസ്യക്കോലമാകുവാൻ, തലകുനിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുകളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, ഈ നല്ല രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, ആരെല്ലാം നിനക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ശത്രുത്വം മെനഞ്ഞാലും എൻ്റെ കർത്താവ് നിനക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം വിജയം നിനക്ക. അത് നീ തിരിച്ചറിയാൻ ശ്രമിക്ക്. നിന്റെ കുഞ്ഞിനൊരു പക്ഷേ പഠിക്കാൻ ബുദ്ധിയില്ലായിരിക്കും, നിന്റെ കൂട്ടാളിക്ക് വലിയ ആരോഗ്യവും ബലവുമില്ലായിരിക്കും, നീ ദേശത്തെ കുടുംബത്തിൽ ഏറ്റവും ചെറിയ കുടുംബമായിരിക്കും, നിന്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായ നിലവാരമായിരിക്കും. എന്നാൽ സകലതും തരാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കാര്യത്തിൽ നീ ഒന്ന് കൊടുത്തു നോക്ക്. ഞാൻ ഒന്നുമില്ല പച്ച, എനിക്കൊന്നിനും കഴിയത്തില്ല, ശത്രു എന്നെ ഞെരുക്കുന്നു, ഇതിൽ നിന്നൊരു മോചനം തരുവാൻ അവിടുത്തേക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി കരയുവാൻ, ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ പറയുവാൻ നീ തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ച് പറയുക, കൂട്ടുകാരിൽ പരമായി സർവശക്തനായ ദൈവം നിന്നെ, നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കും. നോക്ക്, ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച ഏലിയാവ് തോട്ടിന്റെ കരയിൽ ചെന്നിരിക്കുമ്പോൾ, സ്തോത്രം, നോക്ക്, ആ സത്യങ്ങളെ സത്യമാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവർത്തി പൂർത്തീകരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആരൊക്കെ നിങ്ങളെ മറന്നാലും, ആരെല്ലാം നിങ്ങളെ കണ്ടില്ലെന്ന് വരികിലും, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇല്ലെന്ന് വരികിലും, സർവശക്തനായ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഓർക്കണേ, ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന്. സ്തോത്രം, കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിനക്ക് നിറച്ച് തരുമെന്ന്. നോക്ക്, തോട്ടിന്റെ കരയിലിരിക്കുന്ന ഏലിയാവ്, സ്തോത്രം, ദൈവം പറഞ്ഞ പ്രകാരം കാക്ക കൊണ്ടുവന്ന് അപ്പം കൊടുക്കും, തോട്ടിൽ നിന്ന് കുടിക്കും. ദിവസങ്ങൾ കടന്നുപോയി, സന്തോഷം അവന്റെ ജീവിതത്തിൽ അലതല്ലി. എന്നാൽ ഒരു പ്രഭാതത്തിൽ അവൻ ആഗ്രഹിച്ചതുപോലെ കാക്ക വന്നില്ല. സ്വത്രം, അല്പം വെള്ളം കുടിച്ച് അവൻ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അവിടെ അവന്റെ ഹൃദയത്തിനകത്തിൽ അല്പം നിരാശ വന്നപ്പോൾ സർവശക്തനായ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടതെന്തോ അത് ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി ദൈവമുഖത്തേക്ക് നോക്കി
നോക്കി ചോദിക്കാൻ തയ്യാറാകണം. ദേശത്തെ പ്രമാണിമാരല്ല ആശ്രയിക്കേണ്ടത്, പ്രഭുക്കന്മാരല്ല ആശ്രയിക്കേണ്ടത്, ഭരണകൂടത്തെയല്ല ആശ്രയിക്കേണ്ടത്, പള്ളിയിലെ പുരോഹിതനല്ല ആശ്രയിക്കേണ്ടത്, പള്ളിയിലെ ട്രസ്റ്റിയല്ല ആശ്രയിക്കേണ്ടത്, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. എന്നിട്ട് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നീ ദൈവത്തോട് പറ. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ ആഗ്രഹത്തെ സത്യമാക്കി തരും. നിന്റെ കുഞ്ഞിന്റെ ജോലിയാണോ? നിന്റെ കുഞ്ഞൊരു വിദ്യാഭ്യാസത്തിൽ നല്ലൊരു വിജയമാണോ? നിന്റെ ഭവനത്തിനകത്തെ ശൂന്യത മാറി ഒരു നന്മ ഒരുങ്ങാനാണോ നീ ആഗ്രഹിക്കുന്നത്? നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്റെ തല ഉയർത്തി മാനിക്കപ്പെടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ലോകത്തിൽ ആർക്കും അത് കഴിയത്തില്ല. സർവശക്തനായ ദൈവത്തിന് മാത്രമേ നിന്റെ നിന്ന മാറ്റാൻ കഴിയത്തുള്ളൂ, നിന്റെ പട്ടിണി മാറ്റാൻ കഴിയത്തുള്ളൂ, നിന്റെ ആയുസ്സും ആരോഗ്യവും ബലവും ദൈർഘ്യമാക്കി തരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കു കുഞ്ഞെ. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി കരുതും. ദൈവത്തിന്റെ വചനം നാം പഠിച്ചാൽ അവിടെ കാണും, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളുവാൻ. സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥനായി നിൽക്കുന്നത്. മനസ്സ് തകർന്നവരെയാണ് കർത്താവ് രക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ തകർച്ചയുടെ നടുവിൽ പലരും നിന്നെ കണ്ടില്ല, അറിയില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകും. നിന്റെ ഇല്ലായ്മകൾ കാണുമ്പോൾ നിന്നെ പലരും തള്ളിക്കളയും. എന്നാൽ നീ കരയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ, നീ നോക്കിയത് ദൈവത്തിങ്കലേക്കാണെങ്കിൽ, നീ അനുസരിച്ച ദൈവത്തിന്റെ വചനമാണെങ്കിൽ, കുഞ്ഞെ നീ ലോകത്തിന് മുമ്പിൽ ഒരു തോൽവി സംഭവിച്ച് ലോകക്കാരുടെ മുന്നിൽ ഒരു പരസ്യക്കോലമാകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കഴിഞ്ഞ 39 വർഷമായി ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടാ നിങ്ങളോട് പറയുന്നത്. അപ്പൻ മറക്കും, അമ്മ മറക്കും, കൂടപ്പിറപ്പുകൾ മറക്കും, ദേശക്കാർ മറക്കും, സഭക്കാർ മറക്കും, സഭയിലെ പാസ്റ്റർ മറക്കും, പുരോഹിതൻ മറക്കും. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ആരെല്ലാം നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഒഴിക്കെ കണ്ണുനീരുണ്ടല്ലോ അവന്റെ തുരുത്തിയിലുണ്ട്, നീ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അവന്റെ സന്നിധിയിൽ ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഓ, നിന്നെ ഒരു നാളും കൈവിടുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. വ്യക്തമായി തിരിച്ചറിയണം മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, വ്യക്തമായി തിരിച്ചറിയണം, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഒരു നാളിലും അവൻ നിന്നെ തനിച്ചാക്കിയിട്ട് പോകത്തില്ല. നീ പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞിനെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കുടുംബത്തിനൊരു ദുസ്ഥിതി എന്ന് മാറും, എൻ്റെ ഈ ചോന്നൊലിക്കുന്ന പെരയുടെ അവസ്ഥ എന്ന് മാറും, സമൂഹത്തിൽ ഞാൻ അനുഭവിക്കുന്ന നിന്നയ്ക്ക് എന്നൊരു പരിഹാരം ഉണ്ടാകും. നീ ചോദിച്ചില്ലേ, ആരും നിന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല. നിന്റെ കൂട്ടാളി പോലും നിന്റെ ഹൃദയത്തിന്റെ വേദന കണ്ടില്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ, മനുഷ്യരുടെ മുമ്പിൽ നീ വെക്കുന്ന ആവശ്യങ്ങളുണ്ടല്ലോ, അത് നിവർത്തിക്കപ്പെടുവാൻ ഒരുപക്ഷെ കാലതാമസം എടുക്കും. എന്നാൽ ഹൃദയമുറുക്കത്തോടെ ദൈവസനിൽ നീ കരഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ 100 മടങ്ങായി സ്വർഗം നിനക്ക് തിരികെ തരും. വ്യക്തമായി പറയട്ടെ, ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാത്തവന് എവിടെ ചെന്നാലും സമാധാനം ഉണ്ടായിരിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് യാത്ര ചെയ്യുവാൻ നീ തയ്യാറാകുമെങ്കിൽ നീ ശുഭമായും സുഖമായിരിക്കും. നിന്റെ സന്തതി ആഹാരം ഇറക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. മാത്രമല്ല, വഴിയിൽ പതിയിരുന്ന് നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും തകർക്കുമെന്ന് പറയുന്ന പിശാച് നിന്നെ തൊടത്തില്ല. ആയുസിന്റെ മധ്യത്തിൽ നിന്റെ ആയുസിനെ ലോകത്തിലെ പിശാച് എടുത്തു കളയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. കർത്താവ് പറഞ്ഞു സങ്കീർത്തനം 91:16, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്തോത്രം, നിനവെ പട്ടണത്തിലെ ജനം മുഴുവനും ദൈവസ്ഥന്റെ സനി നെടുമ്പാട് വീണത് തങ്ങൾക്കൊരനർത്ഥം വരുന്നു എന്ന് കണ്ടപ്പോഴാ പ്രവാചകനെ വിളിച്ചു പറഞ്ഞ ദൂത് കേട്ടിട്ടാ അവർ അത് ഏറ്റെടുത്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ കണ്ണുനീരോടെ നിലവിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ജനത്തിന്റെ നിലവിളി സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നാം പഠിച്ചാൽ അവിടെ കാണും, അവർക്ക് വേണ്ടി വരുത്തുമെന്ന് പറഞ്ഞ ആ വിപത്തിനെ ദൈവം എടുത്തു മാറ്റി. ദൈവത്തിന്റെ വചന സങ്കീർത്തനം പഠിച്ചാൽ 121 പഠിച്ചാൽ, കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന. അങ്ങനെയാണെങ്കിൽ നിന്റെ ആവശ്യങ്ങൾ കണ്ണുനീരോടെ
ദൈവത്തോട് അറിയിക്കുക. സ്വത്രം ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ഒരു പക്ഷേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവർ പലരും നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു പോകും. നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം തരാതെ മുഖം തിരിച്ച് മാറിപ്പോകും. എന്നാൽ കുഞ്ഞ്, ലോകത്തിലെ ആരൊക്കെ നിന്നെ വിട്ട് മാറിപ്പോയാലും നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തോട് അഭയാചന കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ തോൽക്കുകയില്ല. തോൽക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ പിശാചിനെ സ്വർഗത്തിലെ ദൈവം പരാജയപ്പെടുത്തി നിനക്ക് ജയം തരും. ഈ നല്ല രാത്രിക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. സ്വത്രം സങ്കീർത്തനങ്ങൾ 27:14 പറയുന്നു, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറപ്പും ധൈര്യമുള്ളതായിരിക്കട്ടെ എന്ന്. സ്വത്രം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നത്? ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം അത് നിവർത്തിച്ചു തരും. സങ്കീർത്തനം 18:29 വായിച്ചാൽ അവിടെ കാണും, നിന്നാൽ ഞാൻ പടക്കൂട്ട് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ശത്രു കെട്ടിയിരിക്കുന്ന മതിൽ ചാടിക്കടക്കും. സങ്കീർത്തനക്കാരൻ പറയുക, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ശത്രു കെട്ടിയിരിക്കുന്ന മതിലുകളെ ഞാൻ ചാടിക്കടക്കും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി കൂടപ്പറപ്പുകളെ നിങ്ങളോട് പറയട്ടെ, പുരോഹിതന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല, കൂട്ടുവിശ്വാസിക്കുന്നതിനെ രക്ഷിക്കാൻ കഴിയത്തില്ല, സഭക്കാർക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, നിന്റെ ബന്ധുമിത്ര ചാർച്ചക്കാർ പിതൃഭവനക്കാർക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്നെ സഹായിപ്പാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ, ആരെല്ലാം നിന്നെ മറന്നു കളഞ്ഞാലും സർവശക്തനായ ദൈവം നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം. നിന്റെ ഹൃദയം ദൈവം മുമ്പാകെ പകരുവാൻ നീ തയ്യാറായാൽ കുഞ്ഞ്, നീ ഒരിക്കലും ലോകത്തിന് മുമ്പിൽ തലകുനിപ്പാൻ ദൈവം വിടത്തില്ല. യോബ് പറയുന്നത് എങ്ങനെയാ? യോബ് 42:10 ഇങ്ങനെയാണ് കാണുന്നത്, തന്നെ നിന്ദിച്ച, തന്നെ പരിഹസിച്ച, തന്നെ കുറ്റം പറഞ്ഞ, തന്നെ ചോദ്യം ചെയ്ത, തന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത തന്റെ സഹോദരങ്ങൾ, തന്റെ സ്നേഹിതർക്ക് വേണ്ടി യോബ് ദൈവത്തിന് മധ്യസ്ഥ അണച്ചപ്പോൾ സർവശക്തനായ ദൈവം യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയെങ്കിൽ, നിനക്കെതിരെ വാടകോരി നിന്ന്, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ വാടകോരി നിന്ന്, നിന്റെ കുടുംബത്തിനെതിരെ വാടകോരി നിന്ന് നിന്നെ വെല്ലുവിളിക്കുന്ന പിശാചിന്റെ വെല്ലുവിളി കേട്ടിട്ട് നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പിശാച് തകർന്നു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ നിലവിളി കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിന്റെ കണ്ണുനീര് കണ്ടാൽ എൻ്റെ ദൈവം മറികടന്ന് പോകത്തില്ല. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നാം ഒന്ന് പഠിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയും, സകലതും നഷ്ടപ്പെട്ട്, സർവവും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇനി മുൻപോട്ടൊരു ശുഭയാത്ര ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരാലും ത്യജിക്കപ്പെട്ടവളും സ്വന്തമല്ലാത്ത ദേശത്ത് തനിച്ചായി പോയവളുമായ ഒരു നവോമി തന്റെ കൂടെ നിൽക്കുന്ന മരുമകളോട് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഇന്ന് കേൾക്കണേ, മക്കളെ ഇനി രക്ഷയില്ല, നിങ്ങളുടെ യൗവന കാലമാണ്. ഞാനിനി നിങ്ങൾക്കൊരു അമ്മാവമ്മയായിരിക്കുമ്പോൾ തന്നെ ഇനി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾ പ്രായമാകുവോളം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി കൊള്ളുക. ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല, ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ പൈതലായ സ്വത്രം യഹൂദ പെൺകുട്ടിയായ സ്വത്രം നവോമി പ്രത്യാശ നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു, നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്ക് നോക്കിയിട്ട് നിരാശയോടെ വാക്ക് ജാതീയ പെൺകൊച്ചിനോട് പറയുമ്പോൾ അവൾ പറഞ്ഞു ഒരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണമേ, എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പേ, അമ്മച്ചി, ഇന്നലെ വരെ ഞാൻ ഈ വീടിനകത്ത് കാലെടുത്ത് കുത്തുന്ന ദിവസം വരെ ജീവനില്ലാത്ത ദേവന്മാർക്കും ദൈവമാർക്കും
മക്കൾക്കും വേണ്ടി പൂമാല കെട്ടി അവിടെ ചെന്ന് കുളിച്ചു തൊഴുത് നമസ്കരിച്ച് നേർച്ച കാഴ്ച നടത്തി. പക്ഷേ ഞാൻ അവിടെ ഒരു മഹത്വം കണ്ടില്ല. എന്നാൽ എപ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ഞാൻ നിന്റെ മകന്റെ ഭാര്യയായി വന്നോ, അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന്. കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ ഉൾപ്പരപ്പിൽ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന് തിരുവെഴുത്ത് വ്യക്തമായി വെളിപ്പെടുത്തുന്നെങ്കിൽ രൂത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇവിടെ വന്നപ്പോൾ ജീവിക്കുന്ന ഒരു ദൈവത്തെ കണ്ട്, അത് നിന്റെ ദൈവമാ, അത് ഇസ്രായേലിന്റെ ദൈവമാ. ആ ദൈവം എനിക്ക് വേണ്ടി കരുതും. അമ്മച്ചി ഭയപ്പെടണ്ട. ഞാൻ നിന്നെ തനിച്ചാക്കിയിട്ട് എന്റെ സ്വാർത്ഥത തേടി പോയാൽ ഞാൻ തനിച്ചായി പോകും. എന്റെ ജീവിതം രക്ഷപ്പെടത്തില്ല. എന്നാൽ നിന്നെ വിട്ടു പിരിയാതെ നിന്നോട് കൂടെ ഞാൻ വരുമെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം പ്രവർത്തിക്കും. അത്ഭുതം ഞാൻ കാണും. മരണത്താലല്ലാതെ നിന്നെയും നിന്റെ ദൈവത്തെയും ഞാൻ വിട്ടു പിരിയില്ല. നോക്കാ, ജാതീയ പെൺകൊച്ച് സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള വിശ്വാസത്തോടെ തന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചിട്ട് അമ്മാവിയമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അമ്മാവിയമ്മയുടെ കൂടെ ബേത്ലഹേമിലേക്ക് പോയ ആ രൂത്തിന്റെ വിശ്വാസം നോക്ക്. ദൈവത്തിന്റെ വചനം പഠിച്ചാൽ നമുക്ക് വ്യക്തമായി പറയും, യേശുക്രിസ്തുവിന്റെ ലോകരക്ഷകന്റെ വല്യമ്മച്ചിയായി മാറുവാൻ രൂത്തിനെ ദൈവം സഹായിച്ചു. ഒരു ജാതീയ പെൺകൊച്ച് യഹൂദന്റെ വയലിൽ ചെല്ലുമ്പോൾ സ്തോത്രം, സർവശക്തനായ ദൈവം ബോവസിലൂടെ അവളോട് കരുണ കാണിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, ഞാൻ വ്യക്തമായി പറയാം, ആരൊക്കെ നിന്നെ കണ്ടില്ലെങ്കിലും എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയാലും നീ സേവിക്കുന്ന ദൈവം, നീ വിശ്വസിച്ച ദൈവം, നീ ആരാധിക്കുന്ന ദൈവം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും തള്ളിക്കളയില്ലെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നല്ല രാത്രിയിൽ വ്യക്തമായ നിങ്ങളോട് പറയാം, ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ യേശു അപ്പന് വേണ്ടി ജീവിക്ക്. നാം വായിച്ച വേദഭാഗം വ്യക്തമായി പറയാം. സ്വത്രം എന്താണ് പറഞ്ഞത്? സ്വത്രം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. കുഞ്ഞെ, കഷ്ടതയും പട്ടിണിയും ദുഃഖവും ദുരിതവും ഒക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ മഹത്വത്തിലേക്ക് ഉയർത്തുമെന്ന്. ഈ രാത്രിക്കാലം നീ ഹൃദയം തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ, ലോകം പഴിക്കുന്നു, സ്നേഹിതർ കുറ്റം പറയുന്നു, വീട്ടുകാർ തള്ളിക്കളഞ്ഞു, ഞാനിനി നിന്റെ മഹത്വം കാണാതെ എങ്ങനെ മുൻപോട്ട് പോകും? നീ എന്നെ മറന്ന് കളയല്ലേ എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ നിന്നെ താഴ്ത്തിക്കൊടുക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിന്റെ കണ്ണു മുൻപിൽ വെളിപ്പെട്ടു വരുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. വ്യക്തമായി പറയട്ടെ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിന് കണ്ണ് തോന്നാതിരിക്കുമോ എന്ന് കർത്താവിന്റെ വചനം യെശയ്യാ 49:15 പറയുന്നുവെങ്കിൽ, നോക്ക്, അബ്രഹാമിന്റെ ദാസിയായ ഹാഗാർ നോക്ക് തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മരുഭൂമിയിലേക്ക് ഓടുമ്പോൾ സർവശക്തനായ ദൈവം അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഹാഗാറേ, നീ കരയണ്ട, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. കാരണം ഹാഗാറിന്റെ കയ്യിലിരിക്കുന്ന സന്തതി അബ്രഹാമിന്റെ മകനാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, നീയും അബ്രഹാമിന്റെ സന്തതിയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അബ്രഹാമിന്റെ സന്തതി ഒരിക്കലും വഴിയിൽ പട്ടുപോകുവാൻ ദൈവം വിടത്തില്ല. സ്വത്രം, അവൻ ആരുടെ മുന്നിൽ ചെന്ന് കരം നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിലെ കലവറ തുറന്ന് അവന് മതിവരുവോളം നൽകി മാനിപ്പാൻ കർത്താവ് കൂടെ ഉണ്ടാകും. ഈ നല്ല രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ലോകം നിങ്ങളെ പകയ്ക്കും, എന്നാൽ സ്വർഗത്തിൽ അപ്പൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. ലോകക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തും, എന്നാൽ നീ ലോകത്തിൽ വലിയവനാകും. നിന്റെ സന്തതി ഉയരത്തില്ല എന്ന് പറഞ്ഞ് നിനക്കെതിരെ വാടപോര് ശത്രു വെല്ലുവിളിക്കുമ്പോൾ, നീ പോകുന്ന വഴി മന്ത്രം ജപിച്ച് തന്ത്രം ജപിച്ച് തകിടുകൂടി ജപിച്ച് മുൻപിൽ കൊണ്ടിട്ടാലും, നീ അതിനെ മറികടന്നാലും, ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ഒരു ബാധയും നിന്നെ തൊടത്തില്ല. കുഞ്ഞെ, നീ വിശ്വസിക്കുന്ന എന്റെ കർത്താവ്
കർത്താവ് ഉണ്ടല്ലോ സകലത്തിനും സർവത്തിനും മീതെ ഉന്നതന. ആ ഉന്നതനായ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുവാൻ വചനം പറയുന്ന പ്രകാരം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ വ്യക്തമായി പറയുന്നു. പുറപ്പാട് പുസ്തകം സ്വത്രം 20-ാം അധ്യായം. സ്വത്രം. നിന്റെ ദൈവമായ യഹോവയെ നീ സേവിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഭൂമിയിലോ വെള്ളത്തിലോ കരയിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കിയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ അഖിലാണ്ടത്തിന് ഉടയവനും രക്ഷിതാവ് കർത്താവുമായ യേശു ക്രിസ്തുവിൽ നീ ആശ്രയിച്ചാൽ സ്വത്രം ലോകത്തിന്റെ മുമ്പിൽ നിന്റെ തല ഉയരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവപ്പൻ നിന്റെ തല ഉയർത്തുമെന്ന്. നിന്റെ കുഞ്ഞുങ്ങൾ വഴിയിൽ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. നിന്റെ കൂട്ടാളി ഒരു രോഗിയായി രോഗക്കിടക്കയിൽ കടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. നിന്റെ ഭവനം ശൂന്യമായി കുപ്പക്കുന്നായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. സർവശക്തനായ ദൈവം നിന്റെ നിന്ന മാറ്റി നിന്നെ മാനിക്കുമെന്ന്. നീ ദേശത്തിൽ ഒരു അനുഗ്രഹമാകുന്നു. വേണോ? യേശു പറയുന്ന വചനപ്രകാരം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നീ പറ, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി ജീവിക്കുമെന്ന്. ഉടപ്പുറപ്പേ, തിരുവഴുത്ത് നിനക്ക് ജീവൻ തരുവാനുള്ളതാ. അത് മരണത്തെ അതിജീവിക്കാനുള്ളതാ. നിത്യജീവന്റെ അവകാശമായി നിനക്ക് തന്നിരിക്കുന്ന ഒരു അച്ചാരമാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുഴു മഹത്വം കൊടുത്തിട്ട് സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്ക്. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ എന്താ അബ്രഹാം പറഞ്ഞ്? അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയായ യേശു ക്രിസ്തു മൂലം നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് നിനക്കും നിന്റെ സന്തതിക്കും തന്നതാ. അങ്ങനെയെങ്കിൽ ആ അനുഗ്രഹത്തെ ഒരു ശത്രുവും എടുത്തു കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നിന്റെ ശരീരം ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എന്നും അറിയുക. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം എന്താണ് പറയുന്നത്? ദൈവം തന്റെ മഹത്വത്തിന്റെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം സ്വർഗത്ത് നിന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെ ദൈവം വസിക്കുന്ന നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ പോറ്റുവാനും പുറത്തുവാനും സർവശക്തൻ സ്വർഗീയ കലവറ തുറന്ന് നിനക്ക് വേണ്ടത് തരുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? ഈ ദൈവത്തിന്റെ സന്നിധി നിൽക്കാമോ? ആരെല്ലാം നിനക്കെതിരെ വാടകോരിയാലും അതിനെ മാറി പിശാചെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവത്തിന് നിൽക്കാൻ നീ തയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സർവശക്തനായ ദൈവം നിനക്ക് തരും. നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്ത മഹത്വത്തിലേക്ക് സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കും. സ്വത്രം. സദൃശ്യവാക്യം 24 പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 25 നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്ക. സ്വത്രം. സദൃശ്യവാക്യം 16:7 പറയുന്നു, ഒരുവന്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവന്റെ ശത്രുക്കളെയും അവൻ തന്നോടുകൂടെ ഇണക്കും. വ്യക്തമായി പറയട്ടെ, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, സങ്കീർത്തനം 34:13 ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. നിന്റെ ഹൃദയത്തിലെ തകർച്ച മാറ്റി ഉയർച്ച തരുവാൻ എന്റെ കർത്താവ് നിന്റെ അടുക്കലേക്ക് കടന്നു വരും. സങ്കീർത്തനം 32:9 പറയുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർന്ന് കഴുതയെ പോലെയും ആകരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മെസ്സേജ് കേൾക്കുന്ന കൂടപ്പിറപ്പേ, ആരൊക്കെ നിങ്ങൾക്കെതിരെ വാടകോരിയാലും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന കർത്താവുണ്ടല്ലോ,
ആ സകല പൈശാചിക തലങ്ങളെയും നിർവീര്യമാക്കി നിനക്കും നിന്റെ സന്തതിക്കും ജയം തന്ന് അന്ത്യത്തോളം കരം പിടിച്ചു നടത്തും. ഏതൊക്കെ മേഖലയിൽ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കും കുറവ് സംഭവിച്ചിട്ടുണ്ടോ ആ കുറവിനെ നികത്തി നിറവാക്കി മാറ്റും. സാരാപത്തിലെ വിധവ ഉള്ളത് കൊണ്ട് ഏലിയാവിനെ പോറ്റുവാൻ ശ്രമിച്ചപ്പോൾ സർവശക്തനായ ദൈവം അവളുടെ കലവറ നിറച്ച് ക്ഷാമം തീരുവോളം ക്ഷേമമായി പുലർത്തിയെങ്കിൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഉയർത്താമെന്ന് പറഞ്ഞ കർത്താവ് വാക്ക് മാറത്തില്ല. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തന. ആകയാൽ വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുമായ യേശു കർത്താവിനെ നോക്കി നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളെ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ വചനം കേൾക്കുന്ന കർത്താവ് ഓരോ കുഞ്ഞുങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തോട്, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോട്, അവരുടെ നന്മയോട്, അവരുടെ കുടുംബത്തോട് വെല്ലുവിളി ഉയർത്തി വാദിച്ചു നിന്നുകൊണ്ട് ഉയരുവാൻ സമ്മതിക്കില്ല, സന്തോഷം കാണുവാൻ സമ്മതിക്കില്ല, ജീവിതത്തിൽ ഒരു മുന്നേറ്റം തരികയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു വാദിച്ചു നിൽക്കുന്ന സകല ദുഷ്ട പൈശാചിക പാരമ്പര്യ മണ്ഡലങ്ങളെയും സകല വിളിച്ചു നേർച്ചയുടെ മണ്ഡലങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്ക് നാഥന നസ്സന യേശുവിന്റെ പുണ്യാഗ്രഹത്തിൽ ശാസിക്കുന്നു, ഭർഷിച്ച് ജയമെടുക്കുന്നു. അത്ഭുതത്തിന്റെ വിടുതൽ യേശുവിന്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ പ്രാപിക്കട്ടെ. അത്ഭുതം കാണട്ടെ കർത്താവേ, മഹത്വം വെളിപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചിരിക്കുക. സ്തോത്രം യേശുവിന് അധികാരമുള്ള നാമത്തിൽ. ആമേൻ.